ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം തൊട്ട്, അതായത് 2024 തൊട്ട് നമ്മൾ ഡിഗ്രിയൊക്കെ 4 വർഷമാക്കിയില്ലേ. പുതിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറേ ഡൗട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും കുറേ പേർക്കൊന്നും എന്താ സംഭവം എന്ന് പോലും നേരെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതിപ്പോഴും മനസ്സിലാവാത്തവരുമുണ്ട്. ഇപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും എന്താണ് ഈ സംഭവം എന്ന് ചിലപ്പോൾ അറിയുണ്ടാവില്ല. മാത്രമല്ല, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാവരും എന്താ സംഭവം നമുക്ക് മനസ്സിലാക്കണമല്ലോ. സോ അപ്പം നമ്മൾ ആ 4 ഇയേഴ്സ് ഓഫ് ഡിഗ്രി എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു സിമ്പിൾ വീഡിയോ ആയിരിക്കും. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോവില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 4 ഇയേഴ്സ് ഓഫ് ഡിഗ്രിയിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് 3 സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് അത് നമുക്ക് പറയാം. നമ്മൾ യൂഷ്വൽ 3 ഇയർ UG പ്രോഗ്രാം എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഈ 4 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് UG ഓണേഴ്സ് എന്നായിരിക്കും അത് അറിയപ്പെടുക. പിന്നെ ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് UG ഓണേഴ്സ് വിത്ത് ഡിഗ്രി. ഇങ്ങനെ 3 സെക്ഷനിലായിട്ടായിരിക്കും നമ്മുടെ ഈ UG പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ യൂഷ്വൽ 3 ഇയേഴ്സ് ഓഫ് UG പ്രോഗ്രാം നോക്കാം. ഇവിടെ നമുക്ക് മൊത്തം 180 ക്രെഡിറ്റ്സാണ് ഉള്ളത്. അവിടെ അതായത് മാക്സിമം 180 ക്രെഡിറ്റ് ആണ്. അവിടെ നിങ്ങൾ 133 ക്രെഡിറ്റ് മിനിമം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ UG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് 3 വർഷം പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ക്വിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഇയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള രീതിയാണ്. ഇവിടെ ജസ്റ്റ് ഒരു ക്രെഡിറ്റ് പോയിൻറ്റും കൂടി ആഡ് ചെയ്യുന്നത് മാത്രം. ഈ ക്രെഡിറ്റ് പോയിൻറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ വീഡിയോൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നതായിരിക്കും. ഇതാണ് ആ 3 ഇയേഴ്സ് ഓഫ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ UG പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡായിട്ട് പറഞ്ഞത് ഓണേഴ്സാണ്. അതായത് 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവം. ഇവിടെ നമ്മൾക്ക് മാക്സിമം ലഭിക്കുന്നത് 240 ക്രെഡിറ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾ 177 ക്രെഡിറ്റ് സ്വന്തമാക്കിയിരിക്കണം. എന്നാലേ ഈ 4 വർഷത്തെ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ 4 വർഷം കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് PGൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് എൻട്രി കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ 1 വർഷം സേവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മൾ യൂഷ്വലി UG കഴിഞ്ഞ് PG ചെയ്യണമെങ്കിലും 5 ഇയേഴ്സ് ആവും. ഇവിടെ അതുപോലെ തന്നെയാണ്. 4 വർഷം UG പഠിക്കുന്നു, പിന്നെ 1 വർഷം PG പഠിക്കുന്നു. അപ്പോഴും 5 ഇയേഴ്സ് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഈക്വലാണ് സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 177 ക്രെഡിറ്റ് സ്വന്തമാക്കണമെന്ന്. ഇത് സ്വന്തമാക്കാനായിട്ട് നമുക്ക് 2 വഴികളാണ് ഉള്ളത്. അതിന് മുമ്പായിട്ട് ഇതിവിടെ നമുക്ക് മേജർ സബ്ജക്റ്റ്, മൈനർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. മേജർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ BA മലയാളത്തിന് പോകണമെങ്കിൽ മലയാളമായിരിക്കും നിങ്ങളുടെ മെയിൻ. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മൈനർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻസും ഉണ്ട്. അത് ഈ നമുക്ക് ഓരോ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ കോളേജൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് പോയിൻറ്റിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ മേജർ സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മൾ മൈനർ സബ്ജക്റ്റൊക്കെ എടുക്കുന്ന സമയത്താണ്. അവിടെയാണ് ഈ നമുക്കൊരു 2 ഓപ്ഷൻസ് ഉള്ളത് ഈ ക്രെഡിറ്റ് കിട്ടാനായിട്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ക്രെഡിറ്റ് വെച്ചിട്ട് 11 കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 44 ക്രെഡിറ്റ് പോയിൻറ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കൂട്ടാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്രെഡിറ്റ് വെച്ചിട്ട് 8 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തം 32 ക്രെഡിറ്റ് കിട്ടും. പിന്നെ ബാക്കിയുള്ള 12 ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള ആ 12 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുക. ഇങ്ങനെ നമ്മൾ ഓരോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ക്രെഡിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രെഡിറ്റ് കൂട്ടാനുള്ള വഴി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മേജർ സബ്ജക്റ്റും അല്ലെങ്കിൽ മൈനർ സബ്ജക്റ്റിന് പുറമേയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ക്രെഡിറ്റ് കൂട്ടാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നു, അത് മാത്രം ഫോക്കസ് ചെയ്ത് ആ പേപ്പർ മാത്രം പാസ്സാകുന്നതാണല്ലോ. അങ്ങനെ അല്ലാണ്ട് നമ്മൾക്ക് കുറേ സബ്ജക്റ്റിലേക്കുള്ളൊരു നോളേജ് നമുക്ക് നിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്, എന്ത് ജോബിലായിരിക്കും നമുക്ക് കിട്ടുക എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതാണ് മെയിനായിട്ട് ഈ 4 വർഷത്തെ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ ഒരു കോഴ്സ് എടുക്കുന്നത് ഒരു ഐഡിയ ഇല്ലാണ്ടായിരിക്കും നമ്മൾ ഒരു കോഴ്സ് എടുക്കുക. ഇത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും പോലും നമുക്കറിയില്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. സോ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ എന്തായിരിക്കും ഇനി പഠിക്കാൻ പോകുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി അതൊരു നല്ലൊരു കാര്യമാണ്. ഈ ക്രെഡിറ്റൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും മെനക്കെട്ടത് പഠിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതല്ല, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മളത് ബോധറിയില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സോ അതങ്ങനെ വിടുന്നതായിരിക്കും നമ്മുടെ യൂഷ്വൽ കൺവെൻഷൻ രീതി. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത്. പിന്നെ ഞാൻ പറഞ്ഞു തേർഡ് രീതി എന്ന് പറയുന്നത് ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് PG ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് PhDക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു
പ്രൊജക്റ്റിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് ചെയ്തിട്ട് ആ 12 ക്രെഡിറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷം കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ 4 വർഷത്തെ ഡിഗ്രിയിൽ മെയിനായിട്ട് വരുന്ന ഈ 3 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ നെറ്റൊക്കെ എഴുതണമെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ 4 വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെറ്റൊക്കെ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ അവിടെ നമുക്ക് 1 ഇയർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇപ്പം നിങ്ങൾ നന്നായി പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പാസ് ഔട്ട് ആവണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനും ഒരു ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ക്രെഡിറ്റ് പോയിൻറ്റ്സ് വേഗം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് വരാൻ പറ്റും. പെട്ടെന്ന് കഴിഞ്ഞ് പുറത്ത് വരാൻ അങ്ങനെ പറ്റില്ല. ലാസ്റ്റ് ഒരു 6 മന്തൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ മേജർ സബ്ജക്റ്റ് അല്ലാണ്ട് ഒരു മൈനർ സബ്ജക്റ്റും കൂടി എടുത്ത് പഠിക്കുന്നുണ്ടാവും. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലായിട്ട് നമുക്ക് ആ ഒരു മൈനർ സബ്ജക്റ്റ് കൂടി ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഈ മേജർ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് മൈനർ സബ്ജക്റ്റാണ് കുറച്ചും കൂടി താല്പര്യമുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഷിഫ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മലയാളം എടുത്തെന്ന് വെച്ചോളൂ. മലയാളം BA മലയാളം എടുത്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ മൈനറായിട്ട് ചൂസ് ചെയ്തപ്പോൾ വല്ല കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണ്. നിങ്ങൾക്ക് മലയാളം ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈനർ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളുടെ മേജർ സബ്ജക്റ്റായിട്ട് പഠിച്ച് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ 4 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആയിരിക്കും. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. ഡിഗ്രിയിൽ എന്താ പഠിക്കുന്നത് നമുക്കറിയില്ല, ഒരു പുതിയൊരു കോഴ്സ് എടുത്തിട്ടായിരിക്കും പോവുക. +1 +2 എന്നൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാണ്ടാണ് നിങ്ങളൊരു കോഴ്സ് എടുത്ത് പോവുക. നിങ്ങൾക്കൊരു മാറ്റാനുള്ളൊരു ചാൻസ് കൂടിയാണ് ഇങ്ങനെ ആ 4 വർഷത്തെ ഡിഗ്രിയിലൂടെ കിട്ടാൻ പോകുന്നത്. സോ ഇപ്പോൾ ഈ കൊണ്ടുവന്ന ഈ 4 വർഷത്തെ പ്രോഗ്രാമിൻ്റെ മാറ്റങ്ങളൊക്കെ നല്ലതാണെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ കൂടുതലാണോ എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. കാരണം 1 വർഷം കൂടി എക്സ്ട്രാ ആയിരുന്നു പഠിച്ചത് നമ്മൾ വേസ്റ്റ് ആക്കണ പോലെയായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് കിട്ടാനായി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.